ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മേസ്തിരിമാരും, ഒട്ടുമിക്ക മേസ്തിരിമാരും ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പണിരീതികളും വളരെ ശരിയാണെന്നാണ്. ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഹീറോ ആണ്. ഞാൻ ഹീറോ അല്ല, ഞാൻ നിങ്ങൾ ഒരാളാണ്. അത് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ നിങ്ങളടങ്ങുന്ന സഹോദരങ്ങളിൽ ഒരാളാണ് ഞാൻ. അപ്പം ഞാനൊരു ഹീറോ അല്ല, നിങ്ങളാണ് ഹീറോ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പണി രീതികളിലും നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പണി രീതികളും നമ്മൾ ശരിക്കും അത് പണി കറക്റ്റാണ് എന്ന് നമ്മൾക്ക് തന്നെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അത് ധാരണ നമ്മൾ ചിലപ്പോൾ അത് ശരിയാവാം, തെറ്റാവാം. അപ്പോൾ ആ പണി രീതി എന്ത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു പണിയുടെ ബേസിക് എന്ന് നമ്മൾ വിചാരിക്കുന്നത് തുളയും മുറിവുമാണ്. ഒട്ടുമിക്ക പേരും നമ്മൾ ചെയ്യുമ്പോൾ ഒരു തുള എടുക്കുമ്പോൾ ഇതിൻ്റെ 4 സൈഡും അടന്നിട്ട് തുള ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ചെയ്യാറ്. അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാര്യം ഈ തുള എടുക്കുന്ന സമയത്ത് തുള കഴിയുമ്പോൾ 4 സൈഡും ഒരു വൃത്തിയില്ലാതെ അതിൻ്റെ പക്കും മൂല എല്ലാം അടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കത്തില്ല, ഇന്നുവരെ അത് ശ്രദ്ധിച്ചു കാണത്തില്ല. അപ്പോൾ അത് എന്താണ് ആ ശ്രദ്ധിക്കാത്ത കാര്യം എന്താണെന്നും നമ്മളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത്. കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുളയ്ക്ക് ഈ എടുത്തേക്കുന്ന വരയ്ക്കുള്ളിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ഒന്ന് ഫാസ്റ്റായിട്ട് പണിയുന്നത് കൊണ്ടും ശ്രദ്ധിക്കാതെ പണിയുന്നത് കൊണ്ടും ഇതിൻ്റെ തുളയൊക്കെ നമ്മൾ വളരെ ഇതായിട്ടാണ് സ്പീഡ് എടുത്ത് കളയുന്നത്. ചിലർ നമ്മൾ റൂട്ടിനൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ വരയും കഴിഞ്ഞ് പുറകിലോട്ട് അകത്തോട്ട് ചാടിപ്പോകാറുണ്ട്. ഒട്ടുമിക്ക പേരും തുളയെടുക്കുന്ന സമയത്ത് ഇവിടെ അതിശക്തമായി താങ്ങിയിട്ട് പുറകെ ഇങ്ങനെ വലിച്ചു പിടിക്കാറുണ്ട്. ഈ വലിച്ച് പിടിച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത്, തുളയ്ക്കുന്നത്. അതേ കണക്ക് തന്നെ ഈ തുള നമ്മൾ എടുക്കുന്ന സമയത്ത് സാധാരണ ഒരു അരനൂലോ ഒരു നൂലോ ഒക്കെ വെച്ചാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിന് പകരം അതിൽ കൂടുതൽ ചെറുകൾ കയറ്റിയിട്ട് നല്ല രീതിയിൽ അടിച്ച് താഴ്ത്തിയിട്ട് ഈ പിറകിലോട്ടും മുമ്പിലോട്ടും തള്ളുകയും വലിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് ഈ വക്കുകളൊക്കെ അടയുന്നത്. ഈ വക്കുകളൊക്കെ അടർന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് അവർ ചെയ്യുന്ന ഒരു തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഒരുപാട് അകലത്തിൽ അടിച്ചിട്ട് നല്ല വെയിറ്റോടുകൂടി അടിക്കുന്ന സമയത്ത് പണി ഫാസ്റ്റായിട്ട് നടക്കുമെന്നും പെട്ടെന്ന് കാര്യം നടക്കുമെന്നും ചിന്തിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതൊന്നും വേണ്ട. നമ്മൾ ഒരു അരനൂലോ വിട്ടിട്ട് നമ്മൾ കൂളായിട്ട് നമ്മൾ കൈ ഫാസ്റ്റായിട്ട് നമ്മൾ തുളച്ച് മാറിയാൽ മതി. നമുക്ക് ഇതേമാതിരി ഇട്ട് നമുക്ക് തുളയെടുത്ത് നമുക്ക് ആദ്യമേ നമ്മൾ തുളച്ച് പഠിപ്പിക്കുകയില്ല. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തുളച്ച് അരനൂല് മതി. മറ്റേ രീതിയിൽ നമ്മൾ തുളയ്ക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് തുളയെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ തുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ആരെയും പണി പഠിപ്പിക്കുകയല്ല. ചില പണി പഠിക്കുന്ന മേശരിമാർ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വക്കും കാരണങ്ങൾ കോർണർ മൊത്തം കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു ചെറിയ അറിവാണ്. ചെറിയ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ.